ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ ലോകമാകെ തരംഗമായിരിക്കുകയാണ്. ഹെവി മാസ് വയലൻസ് മൂവി എന്നാണ് ഏവരും ചിത്രത്തെ വാഴ്ത്തുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ രണ്ടാം ഭാഗം എത്താനിരിക്കുന്ന മാർക്കോ 2-ൽ തമിഴ് സൂപ്പർ താരം ചിയാൻ വിക്രം വില്ലനായി എത്തുന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇതോടെ ചൂടുപിടിച്ച ചർച്ചകളാണ് നടക്കുന്നത്. ഉണ്ണിയോടൊപ്പം വിക്രമും ഒന്നിക്കുന്നുവെന്ന രീതിയിലെത്തിയിരിക്കുന്ന വാർത്ത ഏവരും ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. തിയേറ്ററുകളിൽ മൂന്നാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ മികച്ച കളക്ഷനുമായി എല്ലാ ഭാഷകളിലും നിറഞ്ഞ സദസ്സിൽ മാർക്കോ കുതിപ്പ് തുടരുകയാണ്. മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും ഉൾപ്പെടെ വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെയും ഉണ്ണിമുകുന്ദൻ ഫിലിംസിൻ്റെയും ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ചിരിക്കുന്ന മാർക്കോ മലയാളത്തിൽ നിന്നും ഇതുവരെ പുറത്തുവരാത്ത രീതിയിലുള്ള സിനിമയെന്നാണ് പ്രേക്ഷക അഭിപ്രായം. ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് സൂക്ഷ്മമായി കൊറിയോഗ്രാഫി ചെയ്ത ആക്ഷൻ രംഗങ്ങളിലൂടെ സ്വർണ്ണക്കടത്തിൻ്റെ അപകടകരമായ ലോകത്തിനുള്ളിലെ പ്രതികാരത്തിൻ്റെയും വീണ്ടെടുക്കലിൻ്റെയും സങ്കീർണതകളുടെയുമൊക്കെ സിനിമാറ്റിക് വിവരണമാണ് ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത്. ബാഹുബലിക്ക് ശേഷം കൊറിയയിൽ റിലീസ് ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രമെന്ന നേട്ടവും ചിത്രം നേടിക്കഴിഞ്ഞു. ഏപ്രിലാണ് സിനിമയുടെ കൊറിയൻ റിലീസ്. 100ഓളം തിയേറ്ററുകളിലാണ് ചിത്രം കൊറിയയിലെത്തുന്നത്. ഉണ്ണിമുകുന്ദനോടൊപ്പം സിദ്ദിഖ്, ജഗദീഷ്, ആൻസൺ പോൾ, അഭിമന്യു തിലകൻ, കബീർ ദുഹാൻ സിംഗ് തുടങ്ങിയവരും ഒട്ടേറെ ബോളിവുഡ് താരങ്ങളും പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ചിത്രം മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ മാസീവ് വയലൻസ് ചിത്രമെന്ന ലേബലിലൂടെയാണ് എത്തിയിരിക്കുന്നത്.